നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ് ഈ എക്സിറ്റ് പോളുകളെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാമോ? കാരണം ഈ അടുത്തായിട്ട് വരുന്ന പല എക്സിറ്റ് പോളുകളും ആ എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കുന്നതല്ല ജനങ്ങളുടെ വിധിയെഴുത്തെന്നുള്ളത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ ആയാലും ഹരിയാന ആയാലും, ഇപ്പോൾ ഹരിയാനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചു വരും, BJP ഇത്തവണ ഭരണത്തിൽ നിന്ന് പോകും എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ വോട്ടെണ്ണൽ തുടരുന്നു. വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് BJP തന്നെ അവിടെ അധികാരത്തിൽ തുടരും. കോൺഗ്രസിൻ്റെ അധികാര പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അവർക്ക് തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരുന്നാൽ പാർട്ടികൾ ആശകളും ആഗ്രഹങ്ങളും ഉള്ള പടക്കം വാങ്ങിച്ച് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നു, ലഡു വിതരണം ചെയ്യാൻ വെച്ചിരിക്കുന്നു. ACC ആസ്ഥാനത്ത് നിന്ന് എല്ലാവരും ശോകമൂകരായി വീടുകളിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എക്സിറ്റ് പോളുകൾ നമുക്ക് അന്നലെ ഞാൻ പറഞ്ഞത് നമുക്ക് പൂർണ്ണമായി തള്ളാനൊന്നും പറ്റില്ല. ഇപ്പം BJP 300 സീറ്റ് അടിച്ചാൽ പോയി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോയി. ചില എക്സിറ്റ് പോളുകളൊക്കെ അതിൽ സംശയം ആദ്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ BJP അങ്ങനെ വന്നു. ഇപ്പോൾ UP ആര് വരും എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ അബദ്ധങ്ങളും പറ്റാറുണ്ട് അതിൽ. പക്ഷേ അതൊരു ഡ്രോബാക്ക് വെച്ചിട്ട് പൂർണ്ണ എക്സിറ്റ് പോളുകൾ തള്ളിക്കളയുന്നതാണ് എനിക്ക് ഉത്തരം. കാരണം പലതും ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് എടുത്ത് നോക്കിയാൽ 70% കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ 10 എക്സിറ്റ് പോളുകൾ വരുന്നതിനകത്ത് കൃത്യമായി പ്രവചിക്കുന്നത് 2 എണ്ണമെങ്കിലും കാണും. അല്ല, അത് കാണും. ഇനിയിപ്പോൾ എല്ലാം തെറ്റിപ്പോയാൽ പോലും നിങ്ങൾ 10 റേറ്റ് സ്ട്രൈക്കിംഗ് റേറ്റ് എടുത്ത് 70 above വരും വരെ കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, എക്സിറ്റ് പോളുകൾ കണ്ടെത്താൻ പറ്റാത്ത അടിയൊഴുക്കുകളുണ്ട്. ഇപ്പം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലോ. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സാധാരണ BJPക്ക് ഇപ്പോൾ ഈ ഹരിയാന റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ BJPക്ക് 400 സീറ്റ് കിട്ടേണ്ടതാണ്. 400 സീറ്റിന് അടുത്ത് കിട്ടേണ്ടത്, 380 എങ്കിലും കിട്ടേണ്ടതാണ്. മൊത്തം 380-400 റേഞ്ചിൽ വേണ്ടതാണ്. അതിനെ സംഭവിച്ചത് അവസാനം ചില അടിയൊഴുക്കുകളുണ്ടായി. ആ അടിയൊഴുക്കുകൾ സംഘത്തിനുള്ളിൽ തന്നെ ഉണ്ടായതാണ്. ആ ബോധവും സംഘം ഓർഗനൈസ് ചെയ്തതാണ്. ഞാൻ ആഗ്രയിലൊക്കെ ഉള്ള നമ്മളെ കോൺടാക്ട്സ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവിടെയുള്ള സവർണർ അധികം വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. സവർണർ BJP ആയിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അവിടുത്തുള്ള മുസാഫർ നഗർ പോലുള്ള സ്ഥലങ്ങളിൽ പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്നാൽ തൃശ്ശൂർ നിങ്ങൾക്ക് ഒരുവിധ എണീറ്റെക്കാൻ ശേഷിയുള്ള ആസനൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അതുവരെ രംഗത്ത് ഇറങ്ങാത്ത സ്ത്രീകൾ വരെ രംഗത്ത് ഇറങ്ങി സുരേഷ് ഗോപിക്ക് വോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഈ അടിയൊക്കെ നമ്മൾ കാണാത്തതാണ്. അത് എല്ലാവർക്കും വ്യക്തമായ ഇലക്ഷന് ശേഷമാണ് സംഘവും BJP തമ്മിൽ ഇങ്ങനെ ചില പ്രശ്നമുണ്ട്. മനസ്സിലായി. അന്ന് നമ്മൾ നന്ദയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് പിന്നെ ഈ പരിവാറിൽ ഓരോ സംഘടന സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് BJP RSS താല്പര്യമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒറ്റക്കാലിൽ നിൽക്കുന്ന RSSനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള പോക്കായിരിക്കാൻ പാടില്ല. RSSന് ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളുണ്ട്, അതിനെതിരും ആകാൻ പാടില്ല. അങ്ങനെ UP സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ഇങ്ങനെ ചില പ്രശ്നം വന്നു. അധികാരം അമിത്ഷായിലേക്ക് മോഡിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഫീല് വന്നു. ഇതൊക്കെയാണ് സംഘത്തിന് ഒരു കറക്റ്റ് ചെയ്യണമെന്നുള്ള ഫീൽ ഉണ്ടാവുകയും സംഘത്തിൻ്റെ ഇടപെടൽ അല്ലാതെ യോഗേന്ദ്ര യാദവ് പറഞ്ഞ പോലെ ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബീഹാറിലായിരുന്നു തോൽക്കേണ്ടിയിരുന്നത്. ബീഹാറിൽ വലിയ പെർഫോമൻസ് വലിയ മോശമായിട്ടില്ല. UP മഹാരാഷ്ട്രയിലാണ് പ്രശ്നം വന്നിട്ട്. ഈ 2 വർഷം മേഖലകൾ സെലക്റ്റീവായിട്ട് പിടിച്ചതാണ്. UP ഈ ആദിത്യനാഥിൻ്റെ സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ നിയോജകമണ്ഡലങ്ങളുള്ള സ്ഥലമാണ്. RSSൻ്റെ ആസ്ഥാനമാണ് മഹാരാഷ്ട്ര. അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ചിലത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഈ സർവേകൾക്കും പറ്റുന്ന സംഭവം അതാണ്. ഇങ്ങനെയുള്ള ചില അടിയൊഴുക്കുകൾ കണ്ടുപിടിക്കാൻ പാടാണ്. അവിടെയാണ് അവർക്ക് പലപ്പോഴും തെറ്റുപറ്റി പോകുന്നത്. ഹരിയാനയിൽ ഇത്തവണ തുടക്കം മുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ BJPക്ക് അനുകൂലമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു. പല ഘടകങ്ങളും കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ തുടക്കം മുതൽ ചില വിഷയങ്ങൾ ഉണ്ടാകും. അതുവരെ ഭരിച്ചിരുന്ന സർക്കാരിനെതിരെ ഒരു സ്വാഭാവികമായിട്ടും ആളുകളിൽ ഒരു നെഗറ്റീവ് വികാരം, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അതിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരിക. നല്ല പ്രതിപക്ഷമാണെങ്കിൽ ഏത് വിഷയമാണ് ജനത്തിനെതിരായി നിൽക്കുന്നതെന്ന് കണ്ടെത്തി അതിനെ കത്തിക്കാൻ നോക്കും, ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ നോക്കും. അങ്ങനെ ആ വിഷയത്തിൽ പ്രചരണം ഊന്നി അവർ അധികാരത്തിൽ വരികയും ചെയ്യും. ഇവിടെയും BJPക്കെതിരായി ഒട്ടേറെ കാര്യങ്ങൾ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് BJPക്ക് ഇങ്ങനെ ഒരു വിജയം നേടാൻ സാധിക്കുന്നത്. അല്ല, ഈ വിജയത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP 350 കൂടെ സീറ്റ് പ്രവചിച്ചു പോയി. ഇനി അങ്ങോട്ട് BJPയുടെ കാലം എന്ന് പറയും. ഞാൻ അതിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യ ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത് മൈലേജിൻ്റെ പുറത്തായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതിനിടെ സോഷ്യലിസ്റ്റ് പരീക്ഷ നടത്തിയെങ്കിൽ അത് ദയനീയമായി പരാജയപ്പെട്ടു.
RSS ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിക്കൊണ്ട് വന്നു. ഓരോ ഘട്ടം തോറ്റിരുന്ന സമയത്താണ് RSS ഏറ്റവും നന്നായി വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ഫലം മോഡിയുടെ സമയത്താണ് ആയപ്പോഴാണ് റൈപ്പായത്. അത് ഫലം ശരിക്കും പഴുത്തു വന്നത്. അപ്പം അത് ചെറിയ വീഴ്ചകൾ ഉണ്ടായപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ അതിശക്തമായിട്ട് ഹിന്ദുത്വ ബാക്ക്ഗ്രൗണ്ട് അത് ഇന്ത്യയിലെ ഈ ഹിന്ദുക്കളുടെ ഒരുമയ്ക്കും അതുപോലെ ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയും തടസ്സമായി നിൽക്കുന്ന കാസ്റ്റ് ബൗണ്ടറീസിനെ മറികടന്ന് ഉണ്ടായിക്കൊണ്ടുവരുന്നു എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതാണ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ പറഞ്ഞത്. അപ്പം ആ ഫീല് മറികടക്കുന്ന രീതിയിലുള്ള അടിയൊഴുക്കുകൾ ലോക്സഭയിൽ ഉണ്ടായതുപോലെ ഇതിനുള്ളിൽ തവണ ഉണ്ടായിട്ടില്ല. അതാണ് ഈ വിജയത്തിന് കാരണം. ഇപ്പം UP-യിലാണെങ്കിലും ഇവിടെയാണെങ്കിലും UP-യിൽ കല്യാണ സിംഗിൻ്റെ സ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നു, പിന്നെ പിന്നോട്ട് പോയി. പക്ഷെ സംഘത്തിൻ്റെ അടിത്തറ താർന്നില്ല. ഇറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. അവിടെയുള്ള സംഘത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്ന ഓൾഡ് ലീഡർഷിപ്പ് ചില പ്രശ്നങ്ങളുണ്ടായി, കല്യാണ സിംഗ് ഉൾപ്പെടെ. അപ്പോൾ അവരെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് മോഡി വന്ന സമയത്ത്, യോഗി വന്ന സമയത്ത് അത് മാക്സിമം അവിടെ സംഘത്തിൻ്റെ സ്വാധീനം അവിടെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഉത്തരേന്ത്യയിൽ അതിശക്തമായ ഹിന്ദുത്വ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിനെ മറികടന്ന് പോകാത്ര എളുപ്പമല്ല. അതിന് ഞാൻ മുമ്പ് എൻ്റെ ഡിസ്കഷനിൽ ഈ ലോക്സഭ ഇലക്ഷന് മുമ്പുള്ള ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? ഒരു യുദ്ധത്തിൽ ഭീകരമായി തോൽക്കണം, അല്ലെങ്കിൽ അതിശക്തമായ സാമ്പത്തിക പ്രതിസന്ധി വരണം. ഈ രണ്ട് ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സംഘം ഉണ്ടാക്കി വെച്ച് ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിക്കലായിട്ടൊരു ഇമ്പാക്റ്റിനെ മറികടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഘത്തിനുള്ളിൽ തന്നെ ചില ആളുകൾക്ക് പണി കൊടുക്കണം. അത് ലോക്സഭ ഇലക്ഷൻ നമ്മൾ കണ്ടു. ഇത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സത്യത്തിൽ യോഗേന്ദ്ര യാദവ് ഒക്കെ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അത് ഹരിയാനയിൽ ഉണ്ടാവേണ്ടിയിരുന്നു. കാരണം ജാതി പൊളിറ്റിക്സ് വളരെ ശക്തമായ സംസ്ഥാനം, ജാട്ട് പൊളിറ്റിക്സ് അവിടെ പാർട്ടികളുണ്ട്. രണ്ടാമത് ഈ ഗുസ്തി വിഷയം മൊത്തം ഹരിയാന UP കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുന്നത്. കർഷക കലാപം ഉണ്ടാകുന്ന അവിടെയാണ്. അപ്പൊ അത് ഉണ്ടായിട്ടില്ല എന്നതിന്റെ അർത്ഥം RSS കഴിഞ്ഞ ഒരു 100 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുള്ള, വളരെ സ്ലോ ആയിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുള്ള അവരുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അത് വളരെ പവർഫുള്ളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിനി തകർക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ യുദ്ധം ഉണ്ടാകണം, ഭീകരമായ യുദ്ധം ഉണ്ടായി തോൽക്കണോ, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതല്ലേ RSS തന്നെ വിചാരിക്കും. ഇപ്പം കഴിഞ്ഞ തവണ അതാ ചെയ്തത്. ഇത്തവണ മോഡിക്ക് ശക്തി കൂട്ടേണ്ട സമയം ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഈ മോഡി അമിത്ഷാൻ്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ന്യൂനപക്ഷ സർക്കാർ എന്നുള്ള ഫീലിൽ എത്തിച്ചത്. ഇനി അങ്ങോട്ടല്ല. ഇപ്പം ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ BJPക്ക് ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞാൽ അത് BJPൻ്റെ മൊബൈലിനെ ബാധിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് സംഘം ഓൾ ഹാർട്ടഡ്ലി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വോട്ടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ നിങ്ങളൊരു സവർണ ഹിന്ദുവായി ഉത്തരേന്ത്യൻ കോണ്ടെക്സ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് BJPക്കെതിരെ പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. പൊതുവേ ഗുണം കിട്ടിയിട്ടുണ്ട്, ഒരു ഉണർവുണ്ട്. ഇപ്പോൾ ഈ എന്താ ചെറുക്കൻ്റെ പേര്, റാഡീൻ്റെ സ്ഥലമാണല്ലോ ഇത്. എന്താ പേര്? നന്ദാ റാഡിയാണ്, ധ്രുവ് റാഡി, ഇവിടെയുള്ള വലിയ ഐക്കൺ. ഇവൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇവൻ്റെ നാട്ടിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടായ പോലല്ലോ. BJP അങ്ങനത്തെ പാപ്പാട് അവർക്കോട് പറ്റിയ ഒരു വീഴ്ച സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടാത്തതുകൊണ്ട് നമുക്ക് ഒതൻറ്റിക്കായിട്ട് BJP ഇവിടെ 10 വർഷം കൊണ്ടുണ്ടാക്കിയ മാറ്റത്തെ പറ്റി കൃത്യമായി പറയാൻ പറ്റുന്നില്ല. പല മിനിസ്ട്രികളുടെ കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, UNDP-യുടെ കണക്കുകളുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണലി വന്ന പല കണക്കുകളിലും വലിയ മാക്രോ ആയിട്ടുള്ള കണക്കുകൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. മാക്രോ കണക്കുകൾ തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പൊതുവേ ഒരു ഉത്സാഹമുണ്ട്, വിലക്കയറ്റത്തെ വലിയ പരിധി വരെ തടച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്, തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ BJPക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇന്ത്യക്ക് ഈ ഒരു ഘട്ടത്തിൽ വേണ്ടത് അതിശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അത് സംസ്ഥാനത്തും അതേ പാർട്ടി തന്നെ അധികാരത്തിൽ വന്നാൽ ആ കേന്ദ്രത്തിൽ ആ ഗവൺമെൻറ് കൂടുതൽ ശക്തിപ്പെടും എന്നുള്ള ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറത്താണ് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എൻ്റെ ആ ഒരു RSSനെ പറ്റിയുള്ള റീഡിങ് വളരെ കൃത്യമാണ് ഇവിടെ. പിന്നെ അടിയൊഴുക്കുകളും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ റിസൾട്ട്. പിന്നെ കാശ്മീരിലേക്ക് നമ്മൾ വരുമ്പോൾ കാശ്മീരിൽ ജമ്മുവിൽ RSS BJPക്ക് എത്ര സീറ്റ് കിട്ടിയതെന്ന് എൻ്റെ കൺസേൺ അല്ല. ഞാൻ നോക്കുന്ന വാലിയിൽ BJP എത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ പറയണ്ടേ. അത് നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം അനലൈസ് ചെയ്യേണ്ട വിഷയമാണ്. നമുക്ക് മറ്റൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാശ്മീരിലെ സംഭവം. ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ജാട്ട്, അതുപോലെ തന്നെ ഈ സോഷ്യലിസ്റ്റുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഹരിയാന. ദേവിലാലിൻ്റെ മക്കൾ ഒരു ഘട്ടത്തിൽ അവർ ചൗട്ടാല, അപ്പോൾ അവരൊക്കെ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനം. പക്ഷേ ഇന്നിപ്പം നമുക്ക് ഈ റിസൾട്ട് വരുമ്പോൾ അവരൊക്കെ ചിത്രത്തിലേ ഇല്ലാത്ത തരത്തിലോ അല്ലെങ്കിൽ പിന്നോട്ട് പോയിരിക്കുന്നു.
എന്നുള്ളത് അല്ല, നമുക്ക് കാണാം. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെയാണ് ഈ ജാതി സെൻസസിൻ്റെ ആളുകളാണ് അവർ. അപ്പോൾ ഈ ജാതി സെൻസസ് ശരിക്കും ഹിന്ദുവിനെ തകർത്ത് കളയും, ഹിന്ദു ഇന്ത്യയെ തകർത്ത് കളയും. അതാണ് ഈ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ജാതി സെൻസസിന് വേണ്ടി വാദിക്കില്ല. ഇന്ദിരാഗാന്ധിയൊക്കെ അതിന് എതിരായിരുന്നു. ഇന്ദിരാഗാന്ധി ഒന്നും മണ്ഡൽ കമ്മീഷനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് ഈ ജനതാദളുകാരെ എടുത്താൽ അവർക്ക് ഈ സോഷ്യലിസ്റ്റുകാർക്ക് രാജ്യമില്ലാതെ അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. അവർക്ക് എന്തെങ്കിലും കമ്പിനിമെൻ്റ് ഈ രാജ്യത്തോടുണ്ട്. അത് പിന്നെ ഉള്ളത് BJPക്കാർക്കും പിന്നെ കോൺഗ്രസ്സുകാർക്കുമാണ് ഈ രാജ്യത്തോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. മറ്റൊരാൾക്കും എനിക്കും അവനവൻ്റെ കാര്യവും ഈ രാജ്യമില്ലാതായാലും ഈ ഹിന്ദു ഇല്ലാതായാലും അവരുടെ മക്കളെല്ലാം നാളെ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാലും എന്നാൽ അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് കാര്യം നടന്നാൽ മതി. അവരെണീക്കുക, ഭക്ഷണം കഴിക്കുക, ടോയ്ലറ്റിൽ പോവുക, ബാക്കി കാര്യങ്ങൾ ഇത്തിരിയുള്ള അമാരുടെ താല്പര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.